പത്തനാപുരത്ത് ഗണേശന് കാലിടറി, 8 പഞ്ചായത്തുകളും കൈവിട്ടു. കാൽ നൂറ്റാണ്ടുകാലം പത്തനാപുരം നെഞ്ചിലേറ്റിയ കെ.ബി. ഗണേഷ് കുമാറിന് ഇത്തവണ അപ്രതീക്ഷിത തിരിച്ചടി. വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല വ്യക്തമായ ലീഡ് നേടി. എൽ.ഡി.എഫ് ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ പോലും ഗണേശനെ വോട്ടർമാർ കൈവിട്ടു എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളിലെ വോട്ട് നില ഇങ്ങനെയാണ്. മേലില 2197, പിറവന്തൂർ 1124, വിളക്കുടി 1081, പട്ടാഴി 973, തലവൂർ 845, പട്ടാഴി വടക്കേക്കര 702, പത്തനാപുരം 521, വെട്ടിക്കവല 455. തിരിച്ചടിയുടെ പ്രധാന കാരണങ്ങൾ ഇവയെല്ലാമാണ്. കേരള കോൺഗ്രസ് മുൻ വൈസ് ചെയർമാൻ കരിക്കത്തിൽ തങ്കപ്പൻ പിള്ളയെ പുറത്താക്കിയത് ഗണേശന് വലിയ ദോഷം ചെയ്തു. പാർട്ടിക്കുള്ളിലെ വിമതസ്വരവും തിരിച്ചടിയായി. പട്ടാഴി ക്ഷേത്ര പരിസരത്ത് വെച്ച് NSS താലൂക്ക് ഭാരവാഹിയെ പാർട്ടി പ്രവർത്തകർ മർദ്ദിച്ചത് പട്ടാഴി മേഖലകളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സോളാർ ഗൂഢാലോചന കേസ് വോട്ടർമാർക്കിടയിൽ ഗണേശന് വിപരീത പ്രതിച്ഛായയുണ്ടാക്കി. മുന്നണി നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കാതെയുള്ള തീരുമാനങ്ങളും CPM കോട്ടകളിൽ പോലും വോട്ട് ചോരാൻ ഇടയാക്കി. അടുത്ത നീക്കം എന്താണ്? തോൽവിയിലും പതറാതെ പത്തനാപുരത്ത് തന്നെ സജീവമായി തുടരാനാണ് ഗണേഷ് കുമാറിന്റെ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയ ശേഷമാണ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരം.